സർവമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുകാരണവന്മാരുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഭഗവാന്റെ മുമ്പിൽ ഒരു ഭാഗവതം തുടങ്ങാനൊരു മഹാഭാഗ്യം. ജന്മാന്തരേ ഭവേ പുണ്യം തഥാ ഭാഗവതം ലഭേ. ജന്മജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രമേ നമുക്ക് ഭാഗവതം വായിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എത്ര യോഗ്യതകളുണ്ടെങ്കിലും മറ്റെല്ലാം നമുക്ക് നടത്താൻ സാധിക്കും. ഉത്സവം വേണോ, കലാപരിപാടികൾ വേണോ, ഇതൊക്കെ നമുക്ക് നടത്താൻ സാധിച്ചു എന്ന് വരും. പക്ഷെ ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭാഗവതം എന്നുള്ള വാക്കിനർത്ഥം തന്നെ ഈശ്വരമഹിമ എന്നാണ്. അപ്പോൾ ആ ഈശ്വരമഹിമയെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നമുക്കതിനെ വേണ്ട മാതിരി ആസ്വദിക്കണമെങ്കിൽ അതിന് ജന്മാന്തര സുഹൃതം തന്നെ വേണം. ഇവിടെ നിത്യസത്യമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ഭഗവാൻ തൻ്റെ 125 വർഷം പൂർത്തിയാക്കി തൻ്റെ സ്വരൂപം മറിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടുത്തെ വാങ്മയ സ്വരൂപമായിട്ട് ഭാഗവതമായിട്ട് മാറി എന്നാണ് സജ്ജനങ്ങൾ പറയുക. അപ്പോൾ ഭഗവാൻ എവിടേക്കാണ് പോകാനുള്ളത്? എങ്ങും പോകാനുമില്ല, എങ്ങും വരാനുമില്ല. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ അങ്ങനെ തന്നെ നമുക്കെല്ലാം അനുഭവവേദ്യമാകുമാറ് അതിസുന്ദരമായിരിക്കുന്നൊരു ഭാവത്തിലേക്ക് മാറി. അതാണ് കൃഷ്ണാവതാരം. ആ ശ്രീകൃഷ്ണ ഭാവത്തിനെ എല്ലാവർക്കും ആകർഷിക്കുന്ന തരത്തിലായിട്ട് മാറി. മറ്റവതാരങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ, എല്ലാവർക്കും അതിനെ കൊണ്ടു നടക്കാൻ, എല്ലാവർക്കും അതിൽ ലയിക്കാൻ അതൊരു കൃഷ്ണാവതാരം പോലെ മറ്റൊന്നും കാണില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രീകൃഷ്ണൻ അങ്ങനെ തന്നെ അവതരിച്ചതാണ് ഭാഗവതമായിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള കലികാലത്തിലെ ജനങ്ങൾ പ്രായേണ അല്പായുസുക്കളും അല്പബുദ്ധിക്കാരും അല്പഭാഗ്യന്മാരും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും. എപ്പോഴാണ് മരണം എന്നറിയില്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അങ്ങനെ മരണാസന്നനായിരിക്കുന്ന ജീവരാശികൾക്ക് എങ്ങനെയായാൽ സൗഖ്യമുണ്ടാക്കാം? മനഃശാന്തി ഇല്ലാതെ കണ്ട് കഷ്ടപ്പെടുന്ന നമുക്കെല്ലാം എങ്ങനെയായാൽ മനസ്സമാധാനം ഉണ്ടാവാം? അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഭാഗവതത്തിൻ്റെ സന്ദേശം എന്താണ്? ആ ഈശ്വരനായിത്തീരുക, അമൃതഭാവത്തിലേക്ക് എത്തുക. നമ്മളൊക്കെ ഇപ്പോൾ മൃതഭാവത്തിലാണ്, എപ്പോഴും മർത്യനാണ്, മരണാസന്നന്മാരാണ്. നമ്മളെന്തായിരിക്കണം? ഒരിക്കലും മരിക്കാത്ത അവസ്ഥ. മൃത്യോർമ്മ അമൃതം ഗമയാം. ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭാഗവതം നമുക്ക് ലക്ഷ്യമാക്കി തരിക. മറ്റു പുരാണങ്ങളിൽ നിന്ന് ഭാഗവതത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഇതിനൊരു ലക്ഷ്യമുണ്ട്. മറ്റു പുരാണങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം പറയാൻ പറ്റില്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആശ്രയം. ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഈശ്വരനെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഈശ്വരനെ ഉള്ളൂ എന്ന് ഉറപ്പാക്കിക്കൊണ്ട്, അത് തന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുക നമ്മൾ. അതിനാണ് ഒരു പരീക്ഷിത്ത് എന്നൊരു ജീവനെ കാണിച്ചു തന്നുകൊണ്ട് ഈ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മസത്യം, ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നുള്ള ഒരു ഭാവത്തിനെ നമുക്കുണ്ടാക്കി തരിക. അങ്ങനെ നമ്മുടെ മനസ്സൊക്കെ എങ്ങനെയായിത്തീരണം? ആ ഈശ്വരനിൽ ലയിച്ചു ചേരണം, ഈശ്വരനായിത്തീരണം. നദികൾ എങ്ങനെയാണോ വളരെ വേഗത്തിൽ പടിഞ്ഞാട്ടൊഴുകി സമുദ്രമായിത്തീരണത്, അതേപോലെ നമ്മുടെ മനസ്സിലും ഒരു ചിന്ത വരണം. ഈ ലോകം തന്നെ നശിക്കുന്നതാണ്, അനിത്യം അസുഖം ലോകം എന്നാണ്. ഈ ലോകം തന്നെ അനിത്യമാണ്, അസുഖമാണ്. ഈ ലോകം ഒരിക്കലും സുഖം നൽകാത്തതാണ്. നമ്മൾ വിചാരിക്കുന്നു എല്ലാം സുഖമാണ്, ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ സുഖം ഉണ്ടാവും. ഈ സുഖം ശരീരത്തിനാണോ വേണ്ടത്? അല്ല,
ഉള്ളിലിരിക്കുന്ന ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിനാണോ സുഖം വേണ്ടത്? ഇതിനുമല്ല. ഇതിൻ്റെ നടുക്കൊരു സാധനമുണ്ട്, ഇതിൻ്റെ പേരാണ് മനസ്സ്. അതുകൊണ്ട് തന്നെ ഈ മനസ്സിനാണ് നമുക്ക് എപ്പോഴും സുഖം ഉണ്ടാവുക. നമ്മൾ പറയാറുണ്ടല്ലേ, എവിടെ ചെന്നാലും എന്തേന്ന് അറിയില്ല, മനസ്സിനൊരു സുഖമില്ല എന്ന് പറയാം. ഇപ്പം ശരീരത്തിൻ്റെ അസുഖമൊക്കെ നമുക്ക് മരുന്നൊക്കെ കഴിച്ചങ്ങനെ നിലനിർത്താം. പക്ഷേ അതേപോലെയല്ല ഈ മനസ്സിൻ്റെ സുഖം. അതിന് മരുന്ന് കഴിച്ചാലും ശരിയാവില്ല. അപ്പോൾ മനസ്സിനെ ഒന്ന് നേരെയാക്കി എടുക്കണം, മനസ്സിൻ്റെ വിഷമങ്ങൾ മാറ്റിയെടുക്കാൻ അതിന് പറ്റിയൊരു സാധനം എന്താണ്? അതിനാണ് ഈശ്വര വിചാരം. നമ്മളെ തളർത്തുന്നത് ഉയർത്തുന്നതും മനസ്സ് തന്നെയാണ് അല്ലേ? നല്ല മനസ്സിനുടമകളാണെങ്കിൽ നമ്മൾ ഉയർന്നു നിൽക്കും. എപ്പോഴും സൽചിന്തകൾ, ആ സൽചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു എന്ന് വരട്ടെ. അതിൽ നിന്നാണ് നല്ല വാക്കുകൾ നമുക്കുണ്ടാവുക. നല്ല വാക്കുകൾ മാത്രമല്ല, നല്ല സംസ്കാരം, നല്ല പ്രവൃത്തി, ഇതിൻ്റെ സൽഫലങ്ങളെയാണ് ഭാഗവതം സ്വർഗം എന്ന് പേര് പറയുക. ഇപ്പോൾ സ്വർഗം വേറെ ഏതെങ്കിലും ലോകത്താണോ? അതല്ല, ഇവിടെ തന്നെയാണ് സ്വർഗം. നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മുടെ സൽചിന്തകൾ, സൽവാക്കുകൾ, അത് നല്ല മനസ്സിനുടമകളായിത്തീരുമ്പോൾ നമ്മളൊക്കെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കണം. ഇത് തന്നെ നേരെ തിരിച്ചാകുമ്പോൾ എന്തായിട്ട് മാറണം? അതെല്ലാം നരകമായിട്ട് മാറണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആളുകളെ നമുക്ക് അങ്ങനെ കാണാം. നരകം അനുഭവിക്കുന്നവരെയും സ്വർഗം അനുഭവിക്കുന്നവരെയും കാണാം. അപ്പോൾ ഇത് ഭാഗവതം ഒരിക്കലും ഇതെല്ലാം എവിടെയോ നടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും. ഇപ്പം നമ്മൾ ഈ സ്വർഗീയ സുഖങ്ങളും നരകങ്ങളും അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ കയറ്റി വിടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് നരകഭാവത്തിൽ നിന്ന് സ്വർഗീയ ഭാവത്തിലേക്ക് എത്തണം. ഇപ്പോൾ ഭോഗമാണ് നമ്മുടെ വിഷയമെങ്കിൽ ഭോഗത്തിൽ നിന്ന് യോഗഭാവത്തിലേക്ക് എത്തണം. അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അതിന് ഭാഗവതം പറയുന്നത് ബ്രഹ്മമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞും അതിനപ്പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനിൽ മനസ്സുറപ്പിക്കൂ. പരം സത്യം ധീമഹി. എല്ലാത്തിനും കാര്യകാരണമായിട്ട് ഈ ബ്രഹ്മാണ്ട കോടികളൊക്കെ എവിടെ നിന്നാണോ ഉണ്ടായത്, എവിടെയാണോ നിലനിൽക്കുന്നത്, എവിടെയാണോ ഇതെല്ലാം ലയിച്ചു ചേർന്നത്, അതിൻ്റെ പേരാണ് ബ്രഹ്മം, അതിൻ്റെ പേരാണ് ഈശ്വരൻ. അതിൻ്റെ പേര് നമ്മൾ വിളിക്കുന്നു കൃഷ്ണനെന്നോ ശിവനെന്നോ ഭഗവതിയെന്നോ ഗണപതിയെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ആ രൂപത്തിനെയാണ് നമുക്കിവിടെ ഭാഗവതം കാണിച്ചു തരിക. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മചിന്തനമാണ്, ഈശ്വര ചിന്തനമാണ് ഭാഗവതത്തിൻ്റെ വിഷയം. ഇനി ഇതുകൊണ്ടൊരു പ്രയോജനം നമ്മൾ ചോദിക്കാറില്ലേ, എന്തേ ഭാഗവതം വായിച്ചിട്ട് എന്ത് പ്രയോജനം? ചിലയിടത്തൊക്കെ ചെന്നാൽ ചോദിക്കണം അതാണ്. എത്രയോ കാലമായി ഭാഗവതം വായിക്കുന്നു, എന്ത് പ്രയോജനം? 50, 60 ഒക്കെ കൊല്ലമായ ക്ഷേത്രങ്ങളുണ്ട് ധാരാളമായിട്ട്. എന്നിട്ടും ഇത്രയധികം കേട്ടിട്ടും നമുക്ക് എന്തേ പ്രയോജനം കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. എത്രയോ അമ്പലത്തിൽ, പകവൂർ വെളുത്താട്ടമ്പലത്തിലൊക്കെ എല്ലാ മാസവും സപ്താഹം നടക്കുന്നു. മല്ലിയൂർ അമ്പലത്തിലൊക്കെ എല്ലാ മാസവും സപ്താഹം നടക്കുന്നുണ്ട്. എത്രയോ കാലമായി 300 ചില അമ്പല വായനകളായി, അമ്പലപ്പുഴ അതേ കൂടുതലായി. ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് വല്ല വ്യത്യാസവും വന്നു എന്ന് വെച്ചാൽ അതങ്ങനെ എല്ലാ മാസവും നടത്തി പോകുന്നതല്ലാണ്ട് നമുക്കൊരു ഭാവം വ്യത്യാസം വന്നില്ല. അതുകൊണ്ട് എന്തേ അങ്ങനെ വരാനുള്ള കാരണം? ഈശ്വരനെ എന്തിനാണ് ഭജിക്കണതെന്ന് ഭാഗവതം കേട്ടിട്ടും നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അവിടെ പറയണതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് നമ്മൾ അനുഭവിക്കുക. ഒന്ന് പ്രകൃതിയിൽ നിന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ. ഇപ്പോൾ കണ്ടൂടെ, ഇടിവെട്ടും മിന്നലും മഴയും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തൊരു വിഷമല്ലേ? നല്ല മഞ്ഞ് വന്നാൽ, നല്ല ചൂട് വന്നാൽ, എന്ത് വന്നാലും, അതേപോലെ ഉരുൾപൊട്ടലുമുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണില്ലേ? എന്തെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളൊരു പേടിയും ഭയമൊക്കെ ഇല്ലേ? ഇത് തന്നെ, ഇത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ. അതിനേക്കാൾ വലുതാണ് ശാരീരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന എത്ര രോഗങ്ങൾക്ക് അടിമയാണ് നമ്മൾ അല്ലേ? ഓരോരുത്തരും എത്ര മരുന്ന് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നതെല്ലാം നമുക്ക് പറയാനേ വയ്യാന്നാണ്. ഓരോരുത്തരും വന്നിരിക്കുമ്പോൾ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവർ മരുന്നിൻ്റെ വെള്ളത്തിലാണ് നടക്കുന്നത് എന്ന് പറയും. മുട്ടുവേദന, കാലുവേദന, ഇല്ലാത്ത വേദനയൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നു ശാരീരികമായിട്ട്. ഇത് രണ്ടും നമുക്ക് സഹിക്കാം. അതിനേക്കാളൊക്കെ വലുതാണ് മാനസികമായിരിക്കുന്ന വേദന. നമ്മുടെ ഉറ്റവരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ അവഗണന നേരിടുക.
അവരിൽ നിന്ന് വേണ്ടാത്ത വാക്കുകൾ കേൾക്കേണ്ടി വരിക. ഇങ്ങനെ എന്തെല്ലാം മനസ്സിനാണ് ഏറ്റവും കൂടുതൽ മുറിവ് അല്ലേ. ശരീരത്തിനൊരു മുറിവ് വന്നാൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് വെച്ച് ഓപ്പറേഷൻ ചെയ്തൊക്കെ ഇത് മാറ്റാം. മനസ്സിന് മുറിവ് വന്നാൽ എങ്ങനെ മാറ്റാൻ സാധിക്കും നമുക്ക്? അത് ഏറ്റവും വലിയ കഠിനമാണ്. നമ്മളെ തളർത്തുന്നതെല്ലാം മനസ്സിനെയാണ്. അതുകൊണ്ട് ഭാഗവതം നല്ലൊരു മനഃശാസ്ത്രമാണ്. ഈ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എല്ലാ വർഷവും നമ്മളിങ്ങനെ നടത്തുന്നതും ഇവിടെ അതിനു വേണ്ടി തുനിയണതുമൊക്കെ നമ്മളെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. തളർന്നു പോകുന്ന മനസ്സിന് എന്തെങ്കിലും ഒരു വില ഉണ്ടെന്ന് വെച്ചാലോ അല്ലേ, അതൊരു സുഖമാണ് നമുക്ക്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണ്? താപത്രയോന്മൂലനം. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ പ്രകൃതിയിൽ നിന്ന് ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള 3 തരത്തിൽ, ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആത്മീയം എന്ന് പേര് പറയും. 3 തരത്തിലുള്ള ദുഃഖങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം. അതിന് ഈ ഈശ്വരമഹിമ പാടണതല്ലാതെ കണ്ട്, ഈശ്വരനെ ആശ്രയിക്കലല്ലാതെ കണ്ട് നമുക്ക് എന്താണ് ഒരു പോൺവഴി? നമുക്കൊരു പോൺവഴി ഭാഗവതം അല്ലെങ്കിൽ ഒരു സജ്ജനങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. വേറെ ആരെയൊക്കെ ആശ്രയിച്ചാലും അവരൊക്കെ ദുഃഖത്തിലിരിക്കുന്നവരല്ലേ. നമ്മൾ പറയും എനിക്ക് ഭർത്താവുണ്ടല്ലോ, എനിക്ക് ഭാര്യയുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് ബന്ധുക്കളുണ്ടല്ലോ, നാട്ടുകാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ഇവരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈശ്വരഭജനം? നമ്മൾ നല്ല വെയിൽ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴ. ഈ മഴയത്ത് നമ്മളെങ്ങനെ പോകും? കുടുംബത്തിലേക്ക് ഒരു കുടയുണ്ടായാൽ മതി അല്ലേ. മഴ പെയ്തോട്ടെ, മഴ ഇങ്ങനെ പുറത്ത് ചെയ്താലും ഒരു കുടയുണ്ടെങ്കിൽ ആ വെയിലും മഴയൊന്നും നമ്മളെ ബാധിക്കില്ല. അതെങ്ങനെ പുറത്ത് അടിപൊളിയായിട്ട് വിടുതാലും നമ്മൾ അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ മഴയും വെയിലൊന്നും കൊള്ളാണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ്. നല്ല മഞ്ഞുള്ള സമയത്ത് തലയിൽ ഒരു തുണി കെട്ടിയാൽ മതി, മഞ്ഞ അവിടെ പെയ്തോട്ടെ, നമ്മളെ ബാധിക്കാണ്ടിരിക്കുന്നില്ലേ? ഇത് തന്നെയാണ്. നമുക്ക് എന്താണോ നമ്മുടെ കർമ്മഫലം അത് നമുക്ക് അനുഭവിക്കാണ്ട് പറ്റില്ല. അത് ഈ ജന്മത്തിലല്ല, എത്രയോ ജന്മങ്ങളിലായിട്ട് നമ്മൾ സഞ്ചിയിലാക്കി കൊണ്ടുവന്നിരിക്കുന്ന കർമ്മഫലങ്ങളുണ്ട്. ഈ കർമ്മഫലമാണ് ആധിരൂപേണ വ്യാധിരൂപേണ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് അനുഭവിക്കുമ്പോൾ ഇത് വല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു കുടയായിട്ട് നിൽക്കണം ഉണ്ടേ. അപ്പോൾ വന്നോട്ടെ അതെല്ലാം, അത് വല്ലാണ്ട് ബാധിക്കാണ്ടിരിക്കാൻ ഒരു കുട പിടിച്ച് പോകുന്നതുപോലെ ഭഗവാനാകുന്ന ഒരു കുട നമുക്കുണ്ടാവാം, ഒരു ആവരണം. അതുണ്ടെന്ന് വെച്ചാൽ എന്ത് രസമായിരിക്കും അല്ലേ. ഇത് തന്നെയാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ കുടയുടെ കാലാണ് പിടിക്കുക, എന്നിട്ട് തല പിടിച്ചിട്ട് നമ്മൾ നടക്കാറില്ലല്ലോ, കാല് പിടിക്കുക. അതേപോലെ ഭഗവാനാകുന്ന കുടയുടെ കാല് പിടിക്കുക. ആ കാലെങ്ങനെ പിടിച്ചു എന്ന് വരട്ടെ, നമുക്ക് എത്ര മഴയായിക്കോട്ടെ, എന്ത് വെയിലായിക്കോട്ടെ, എന്തെല്ലാം വന്നോട്ടെ, അതിനെല്ലാം തടയാനുള്ള ശക്തി അതിനുണ്ട് എന്നാണ് ഭാഗവതം. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം നടത്തുന്നതെല്ലാം. ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് ഭാഗവതം ഇത് കേൾക്കാനുള്ള അധികാരം? ഇങ്ങനെയുണ്ട്, ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇന്നൊക്കെ കേൾക്കാൻ പാടുള്ളൂ, ഇന്നൊക്കെ കേൾക്കരുത് എന്നൊക്കെ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പം നമ്മളെന്താ പറയുക? സജ്ജനങ്ങൾ പറയണു, പണ്ഡിതന്മാരായിട്ടുള്ള നല്ല ഭക്തന്മാരായിട്ടുള്ളവർ പറഞ്ഞു, ആർക്കാണ് ശ്രദ്ധയുള്ളവർ അവർക്കെല്ലാവർക്കും കേൾക്കാം. അത് ചണ്ടാളനായാലും കൊള്ളാം, ബ്രാഹ്മണനായാലും കൊള്ളാം, ആരായാലും ശ്രദ്ധ വേണം. ശ്രദ്ധയും ഭക്തിയുള്ളവരുടെ മുമ്പിലേ ഭാഗവതം പറയാൻ പാടുള്ളൂ എന്നാണ്. അത് മാത്രമേ നിയമമുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ഇന്ന് ഭാഗവതം പറയാൻ പാടില്ല. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മവിദ്യയാണ്. ആ ബ്രഹ്മവിദ്യയെ കൊടുക്കണമെങ്കിൽ മഹാമന്ത്രമാണ് ഭാഗവതം. ഈ മഹാമന്ത്രത്തിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഉപദേശിക്കണമെങ്കിൽ എന്ത് വേണം? അത്രയും ശ്രദ്ധയും ഭക്തിയും വേണം. ഒരു നോവലോ അല്ലെങ്കിൽ ഒരു നാടകമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യമോ കവിതകളോ ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ചൊല്ലാം, ഏത് വഴിയരികിലും ഇരുന്നിട്ട് നമുക്ക് ചൊല്ലാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതേപോലെയല്ല ഭാഗവതം. ഭാഗവതത്തിന് എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ളൊരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് ബ്രഹ്മവിദ്യയാണ്, ഇത് മഹാമന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കാനും നമുക്ക് എന്ത് വേണം? അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവരുടെ മുമ്പിലല്ലാതെ കണ്ട് ഭാഗവതം പറഞ്ഞു കൊടുത്താൽ കൊടുക്കുന്നവർക്കേ ദോഷം ചെയ്യുന്നു. അതുകൊണ്ടാണ് എത്രയോ ആളുകൾ വന്നിരുന്നു ഭാഗവതം കേൾക്കാനായിട്ട്. മഹാത്മ്യത്തിൽ പറയണു, ധുന്തുകാരി എന്ന് പേരായിരിക്കുന്ന ഒരു മോശമായിട്ട് ജീവിതം നയിച്ച ഒരാൾ, അദ്ദേഹം ദുഷ്പ്രേതമായിട്ട് മാറി. തൻ്റെ ജീവിതം മുഴുവനും വേണ്ടാത്ത വഴികളിൽ കൂടി മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. എന്നിട്ടും അയാൾ ചെന്ന് പെട്ടത് എവിടെയാണ്? ഒരു ഗോകർണൻ്റെ മുമ്പിൽ വന്ന് പെട്ടു എന്നാണ്.
നല്ലൊരു സത്സംഗം. ആ സത്സംഗം കിട്ടിയപ്പോൾ എന്തായിട്ട് മാറി? ധാരാളം പേര് ഭാഗവതം കേൾക്കാൻ വന്നിരുന്നു ഗോകർണൻ നടത്തിയ ഭാഗവതത്തിൽ. പക്ഷേ ഒരു ദുന്തുകാരി എത്ര നടത്തിപ്പുകാരനാണെങ്കിലും അദ്ദേഹത്തിന് മാത്രമേ ഭഗവത് പദം കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? ശ്രദ്ധയുണ്ടായത് ആൾക്ക് മാത്രമാണ്. അപ്പം നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എത്രയോ ആളുകൾ ഭാഗവതം കേൾക്കണമെന്നല്ല, എത്ര നേരം ഇരുന്നു എന്നുള്ളതല്ല. രാവിലെ 6:30 മണി തുടങ്ങി വൈകുന്നേരം 6:30 മണിക്ക് ഇത് നിർത്തുന്നത് വരെ ഇവിടെ ഇരുന്ന എൻ്റെ പ്രയോജനം? മനസ്സ് ഇവിടെ ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ അഖണ്ഡനാമജപമൊക്കെ നടത്താറില്ല അമ്പലത്തിലൊക്കെ. രാവിലെ 6 മണി തുടങ്ങി വൈകുന്നേരം 6 മണി വരെ. എത്രമാത്രം ചിന്തയുണ്ടാവും അവിടെ. ആദ്യമൊക്കെ കുറച്ച് നേരം കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഹരേ രാമ ജപിക്കും. പിന്നെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം, നാമം അതിൻ്റെ വഴിക്ക് പോകണം. അങ്ങനെ ചെയ്ത എന്ത് പ്രയോജനം? 10 മിനിറ്റേ ഇരുന്നോളൂ. ആ 10 മിനിറ്റ് നമുക്ക് എന്ത് വേണം? ശ്രദ്ധയോടുകൂടി ഇരിക്കാം. അത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ എന്നാണ്. ഇപ്പോൾ ആ നിത്യസത്യമായിരിക്കുന്ന ആ ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ വരുമ്പോൾ ദേവന്മാർ വന്നിട്ട് പറഞ്ഞു, ഭാഗവതം ഞങ്ങൾക്ക് തരൂ. മഹാരാജാവിന് മരണഭയാലെ ഞങ്ങൾ അമൃത് കൊടുക്കാമെന്ന് പറഞ്ഞു. ശ്രീശബ്രഹ്മർഷി പറഞ്ഞു, അമൃതൊന്നും കൊടുക്കണ്ട, അമൃതൊക്കെ നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ ഇദ്ദേഹത്തിന് ഭാഗവത കൊടുക്കുക. കാരണം ദേവന്മാരൊക്കെ എന്ത് ചെയ്യണു? അവരെല്ലാം അലസന്മാരും മടിയന്മാരുമായിട്ട് അവർക്ക് കിട്ടിയതായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഭ്രമിച്ചിരിക്കുമ്പോൾ ഇവിടെ പരീക്ഷത്ത് എന്താ ചെയ്തിരിക്കുന്നത്? പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു. എന്തൊക്കെ തനിക്കുണ്ടോ എല്ലാത്തിനെയും ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. അല്പം പോലും അതിൻ്റെ ഒരു ചിന്ത പോലും ഇല്ല എന്നാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ തൻ്റെ ഈ മഹാഭാഗവത ശശാസഹ എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയെ മുഴുവനും പരിപാലിക്കുന്ന ചക്രവർത്തിയായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? അതിനെല്ലാം ഒരു മണ്ണാങ്കട്ട പോലെ വലിച്ചെറിഞ്ഞ് എനിക്ക് ശ്രീകൃഷ്ണ കഥകൾ മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞു വന്നിരിക്കുക. ഇതാണ് വിരാഗം. ഒന്നിനോടും രാഗമില്ലാത്ത അവസ്ഥ. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഭാഗവതം നമുക്ക് കിട്ടുക. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ 3ാമത്തെ കൊല്ലമായുള്ളൂ, ഇനി 300 എണ്ണം നടത്തിയാലും 3000 എണ്ണം നടത്തിയാലും നമ്മൾ ആദ്യത്തെ പടിയിലെത്തി നിൽക്കുകയുള്ളൂ അല്ലേ? ഒരടി കയറില്ല എന്നർത്ഥം. അപ്പോൾ കർമ്മയജ്ഞമാവരുത് നമുക്ക്. ഇത് ജ്ഞാനയജ്ഞമാണ്. ഇന്ന് കർമ്മയജ്ഞമാക്കി ഭാഗവതമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും തുള്ളലും ചാട്ടവും ബഹളവും ഇതെല്ലാം കോലാഹലങ്ങളാണെന്നറിയോ? കുറേ പൂജകളും ഒക്കെ നടത്തി അതിലിങ്ങനെ ആളുകൾ ഭ്രമിച്ചു പോയി. നമ്മുടെ ആളുകൾ അതിൽ ഭ്രമിച്ചു പോയപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഈ തുള്ളലും ചാട്ടവും ഇതൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇത് ജ്ഞാനം മാറ്റണം. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അല്പകാലേ നമുക്ക് ജീവിതമുള്ളൂ. ഈ അല്പകാലം ഉള്ള ജീവിതത്തിൽ നമ്മൾ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എന്തിനു വന്നു, എന്താണ് എൻ്റെ ജീവിതം, എൻ്റെ ലക്ഷ്യം, ഈ 4 കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. ഞാൻ ആരാണ് അല്ലേ? ആദ്യം അറിയേണ്ടതും ഞാൻ ആരാണെന്നാണ്. നമ്മൾ പറയും, ഞാൻ ഇന്ന ആളുടെ മകനാണ്, മകളാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, അച്ഛനാണ്, അമ്മയാണ്, മുത്തശ്ശനാണ്, മുത്തശ്ശിയാണെന്നൊക്കെ പറയും. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കില്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ ഓടി നടന്ന പോലെയാണ് ഇപ്പോൾ അല്ലേ? ഓടി നടക്കാൻ വയ്യാണ്ടിയായി നമുക്കൊക്കെ. നമ്മൾ പ്രായം കൂടി വരുന്നു. കുറേ നാളും കൂടെ കഴിഞ്ഞാലോ എന്നാണെന്നറിയില്ല, ഒരു ദിവസം ഈ ശരീരം വീണ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ ആയിട്ട് തോന്നും കുറച്ച് ദിവസം. അത് കഴിഞ്ഞാൽ മക്കളുടെ മക്കൾ വരുമ്പോൾ ചോദിക്കും, ഇതേതാ ഈ ആളുടെ കാരണവരുടെ ഫോട്ടോ? അവരുടെ ദൂരെ കളയും. കാരണം എന്താ? അത്രേ ഉള്ളൂ. നമ്മളൊരിക്കലും സ്ഥിരമല്ല അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരം സ്ഥിരമല്ല എന്ന് ഉറപ്പായില്ലേ? പണ്ടതുപോലെയാണ് ഇപ്പോൾ നമ്മൾ എത്രയോ മാറ്റം വന്നു കഴിഞ്ഞിരിക്കണം, ഇനിയും മാറാൻ പോകുന്നു. അപ്പോൾ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറുന്നതൊന്നും സത്യമല്ല, അത് ഒക്കെ നശിക്കുന്നതാണ് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരിക. അതുകൊണ്ട് മാറാത്ത ഒന്നുണ്ട്, അതിൻ്റെ പേരാണ് ഈശ്വരൻ, പരം, സത്യം, ധീമഹി. പണ്ടൊക്കെ തിയേറ്ററിൽ പോയി നമ്മൾ സിനിമ കാണാറുണ്ട് അല്ലേ? പോയിരിക്കുമ്പോൾ ഇങ്ങനെ എന്തൊരാകാംക്ഷയോട് കൂടിയാണ് നമ്മൾ പോയിരിക്കുക. അങ്ങനെ മുമ്പിലെ ബെഞ്ചിലൊക്കെ പോയിരുന്നിട്ടാണ് ഞങ്ങളൊക്കെ സിനിമ കാണാം കുട്ടിക്കാലത്ത്. അപ്പം ഇങ്ങനെ പോയിരിക്കുമ്പോൾ വലിയ ഗെയിമാണ്. കുറച്ച് നേരം ആ വെളുത്ത സ്ക്രീനിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇതാ ഒരു വെളിച്ചം വന്നു, സംഗതികളൊക്കെ വന്നു. എന്തെല്ലാം ചിത്രങ്ങളല്ലേ? ഏതെല്ലാം തരത്തിൽ ജയനും നസീറും ഒക്കെ വന്നിങ്ങനെ എന്തെല്ലാം കലാപരിപാടികൾ നടത്തി വീട്ടിലുണ്ടാക്കുന്നു, തമ്മിത്തലുണ്ടാക്കുന്നു. എല്ലാം നമ്മളെന്ത് ചെയ്യണു? നമ്മളെ മറന്നുപോയില്ലേ കുറച്ച് നേരത്തേക്ക് അല്ലേ? ആ സിനിമ ഇൻ്റർവെല്ലിൽ വരുന്നവരെ
ഞാൻ എന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. മറന്നിട്ട് ഞാൻ ജയനാവണം, നസീറാവണം, മമ്മൂട്ടിയാവണം, എന്തൊക്കെ ആവണമെന്ന് കണക്കില്ല എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒരാൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാമായണമായിരുന്നു കഥ. അപ്പോൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹനുമാൻ വന്ന് ആ ലങ്കയൊക്കെ അടിച്ച് പൊടിക്കണ അങ്ങോട്ട് കണ്ടപ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് വീര്യം വന്നു എന്നാണ്. അതിലങ്ങോട്ട് തന്മയീഭാവം വന്നു. അയാൾ എന്ത് ചെയ്തു, മുമ്പിലിരിക്കണവനെ നോക്കിയില്ല, ആ ഗടയും കൊണ്ട് അട്ടിക്കണ മാതിരി ഒരു കടയൊക്കെ കിടക്കുന്നതാണ്. അപ്പോഴാണ് അറിയണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അത്ര അറിയണത്. അയാളുടെ പല്ലൊക്കെ വീണ്ടും പോയി അടിയും കൊണ്ട്. കാരണം ഹനുമാനായിട്ട് ഇയാൾ മാറുകയാണ് അല്ലേ. നമ്മളതിൽ തന്മയീഭവിക്കുകയാണ്. ഞാൻ അതായി അങ്ങോട്ട് മാറുകയാണ്. തിയേറ്ററിലൊക്കെ നമ്മളതല്ലേ ചെയ്യാറ്. വരുമ്പോൾ ഇങ്ങനെ ആ വില്ലൻ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കണം. എത്ര നേരത്തേക്കാണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ദി എൻഡ് എഴുതി കാണിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തായിട്ട് മാറി, നമ്മൾ പിന്നെ കാണുന്നത് അപ്പോഴാണ് ആ വെളുത്ത സ്ക്രീൻ നമ്മൾ തിരിച്ച് കാണുന്നത്. അല്ല, ഇതുണ്ടായിരുന്നല്ലേ ഇവിടെ നേരത്തെ ആദ്യം കണ്ടതാ. അത് കഴിഞ്ഞപ്പോൾ എന്തായി, നമ്മളതൊക്കെ മറന്നുപോയി. അതിൽ വന്നതായിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം ഭ്രമിച്ചു പോയപ്പോൾ ആ സ്ക്രീനിനെ നമ്മൾ മറന്നുപോയില്ലേ. ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? എല്ലാ നടന്മാരും വന്ന് ഈ ഗുസ്തി പിടിച്ചതും ബഹളം ഉണ്ടാക്കിയതുമൊക്കെ ആ വെളുത്ത സ്ക്രീനുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയതല്ലേ. അതില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ഈശ്വരനാകുന്ന സ്ക്രീനുണ്ട്. അതിലാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടാവണതും നിലനിൽക്കുന്നതും നശിക്കുന്നതും എല്ലാം ആ സ്ക്രീനിലാണ്. പക്ഷേ അതിനെ നമ്മൾ തിരിച്ചറിയണില്ല. അതാണ് സത്യമായിട്ടുള്ളത്. അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രങ്ങളിൽ നമ്മൾ ഭ്രമിച്ചു പോയി അല്ലേ. ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണില്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരായിട്ടല്ലേ നമ്മൾ കാണുന്നതെല്ലാം. ഇദ്ദേഹം ആ വീട്ടിൽ നിന്ന് വന്നതാ, ഇയാൾ മറ്റിടത്ത് നിന്ന് വന്നതാ. ഓരോരുത്തരും ഓരോന്നായിട്ട് കാണുമ്പോൾ ഇതിലെല്ലാത്തിലും നമ്മളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന വസ്തു എന്തേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. മൈക്ക് എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇവിടെ ഈ ഫാൻ ഇരിപ്പുണ്ട്. ഫാനൊക്കെ അവിടെ ഇവിടെ ഇരിക്കും. ലൈറ്റൊക്കെ കത്തി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരേ ഒരു സാധനയെ കണ്ടിട്ടുള്ളൂ അല്ലേ. കണ്ടില്ല എന്ന് വരട്ടെ, മൈക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയുള്ളൂ. ഒന്നും കേൾക്കില്ല ഒരാളും അല്ലേ. ഫാൻ കറങ്ങോ, മോട്ടർ വർക്ക് ചെയ്യോ, ലൈറ്റ് കത്തുമോ, ഓരോന്നിനും ഓരോ ധർമ്മമാണ്. ആ ലൈറ്റ് ട്യൂബ് ലൈറ്റ് വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞാൽ അതെങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റില്ല. ഇതവിടെ കൊണ്ട് തൂക്കിയിട്ടൊന്ന് കത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ കത്താൻ പറ്റുമോ? സാധിക്കില്ല അല്ലേ. എന്നാൽ പിന്നെ ഇതുകൊണ്ടൊന്ന് ഫാനാവട്ടെ എന്ന് വെച്ചാൽ പറ്റുമോ? അതും പറ്റില്ല. ഓരോന്നിനും ഓരോ ധർമ്മമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒഴുകുന്ന സാധനം എന്താണ്? ഒരേ ഒരു കറണ്ട് മാത്രമാണ് അല്ലേ. കറണ്ടിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കാണാൻ പറ്റില്ല അല്ലേ. ആ പ്ലഗിലൊന്ന് കൈയിട്ട് നോക്കി അറിയാം, അനുഭവിക്കാൻ നോക്കി. ഇതാണ് ഈശ്വരൻ. ഈശ്വരനെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റിയതല്ല, അത് അനുഭവമാണ്. ശ്രീകൃഷ്ണ അനുഭവം എന്ന് പേര് പറയും. അപ്പോൾ ആ അനുഭവം നമുക്ക് ഉണ്ടാക്കി തരലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അതേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. അതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈശ്വരനെ വേണ്ട മാതിരി അറിഞ്ഞു വരുമ്പോൾ ഈ ലോകമൊന്നും പിന്നെ നമ്മൾ കാണില്ല. കാണുന്നതെല്ലാം യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം ഭഗവാൻ മാത്രമായിട്ട് മാറും. ഈശാവാസ്യം ഇതം സർവം. ആ ഒരു അനുഭവസ്ഥിതി അത് നമുക്കുണ്ടാവണം. അപ്പോൾ ആ പരമസത്തയെ നമ്മുടെ ഭാരതീയ ഋഷിമാരാണ് കണ്ടെത്തിയതൊക്കെ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മുടെ ഋഷിമാർ കണ്ടതുപോലെ മറ്റൊരാൾക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ്. അത്രമാത്രം അവർ എവിടെയാണ് ഈശ്വരനെ കണ്ടത്? ആകാശത്തിൻ്റെ മുകളിലോ ശ്രീലകത്തോ ഒന്നല്ല. നമ്മളൊക്കെ കാണുന്നത് അങ്ങനെയാണ്. നടയടച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നേരം കൈ കെട്ടിയെന്ന് വർത്താനം പറയും. നട തുറക്കാണ്ട് ഇപ്പം ഇങ്ങനെ തേവരെ കാണുമെന്നാണ് നമ്മുടെ ഭാവം അല്ലേ. നട അടച്ചാലെന്താ, തുറന്നാലെന്താ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു ഈശ്വരൻ. അപ്പോൾ നമുക്ക് അനുഭവമാവാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു വിഗ്രഹം വച്ചു, അതിലിതാ ചൈതന്യത്തിന് കൊടുത്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എവിടെ ഇല്ലാത്തത്, കാറ്റ് എവിടെയും ഉണ്ട്, വായു നിറഞ്ഞിരിക്കണമെങ്കിലും നമുക്ക് അനുഭവം കിട്ടാൻ വേണ്ടി നമ്മളൊരു ഫാൻ വെച്ചേക്കുന്നത് പോലെ ഇതല്ല ഇതിൻ്റെ സത്യം. ഇതിലും കാണണം, വിഗ്രഹത്തിലും ഈശ്വരനെ കാണണമെന്നുള്ളൂ. അല്ലാണ്ട് വിഗ്രഹമല്ല ഈശ്വരൻ. എല്ലായിടത്തും ആ നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരനെ നമുക്കിതാ ആ കാണാനാവണം. നമുക്ക് അതിലേക്ക് നമുക്ക് ലയിക്കാകാവണം. അത് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഭാഗവതം പറയും രസോ വൈ സഹ. ഭാഗവതം തന്നെ രസമാണ്.
ഭഗവാൻ തന്നെ രസമാണ്, ആനന്ദമാണ്, സത്താണ്, ചിത്താണ്, ആനന്ദമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും മാറ്റമില്ലാത്തത്, ഒരിക്കലും നശിക്കാത്തത്, എന്നും എന്നും നമുക്ക് ആനന്ദത്തിന് നൽകുന്നത്, അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സത്യവസ്തു എവിടെ നിറഞ്ഞിരിക്കണു? എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ അതിനെ കാണില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയണതെല്ലാം എൻ്റെ ശരീരത്തിനെ പറയാം അല്ലേ. ഈ ശരീരത്തിനെ കണക്കാക്കിക്കൊണ്ട് ഞാൻ പറയണു, ഞാനാണത് ചെയ്തത്, ഞാനാണ് കണ്ടത്, ഞാനാണ് പറഞ്ഞത്, എല്ലാം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാം ഞാനാ ചെയ്തത് അല്ലേ. ഇപ്പോൾ കൈവച്ചിട്ട് പറയാം ഞാൻ എന്ന് പറഞ്ഞാൽ തിന്നെ നെഞ്ചാണോ ഞാൻ എന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? നെഞ്ചല്ല ഞാൻ. എന്നാൽ പിന്നെ കൈയാണോ ഞാൻ എന്ന് പറഞ്ഞാൽ കൈ ഞാനാണോ? അത് ഞാനല്ല. കണ്ണാണോ, മൂക്കാണോ, നാക്കാണോ, ത്വക്കാണോ, ഇങ്ങനെ ഓരോന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല. പക്ഷേ ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടുണ്ട്. കണ്ണ് കാണണമെങ്കിൽ എന്ത് വേണം? ഉള്ളിൽ ആൾ വേണം അല്ലേ. ചെവിട് കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിൽ ആൾ വേണം. നാം എന്തെങ്കിലും പറയണമെങ്കിൽ എന്ത് വേണം? അകത്ത ആൾ വേണം അല്ലേ. ഹൃദയം തുടിക്കണമെങ്കിൽ ഈ 72,000 നാഡീഞരമ്പുകളിൽ കൂടി ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ ഒക്കെ ഉള്ളിൽ ആൾ വേണം അല്ലേ. ആ സത്ത അങ്ങോട്ട് പോയി എന്ന് വരട്ടെ, പിന്നെ എന്തായി? പോയി കഴിഞ്ഞു. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണ എൻ്റെ ഉള്ളിൽ നിന്ന് ആളങ്ങോട്ട് പോയാൽ പിന്നെ അമ്പലത്തിൽ പുണ്യാഹം വേണം. കാരണം അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വീണ് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ഇത്രയും നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആളതാ വീണ് കഴിഞ്ഞു. നിമിഷം നേരം കൊണ്ട് ഉള്ളിലുള്ള ആളുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ കണ്ണും മൂക്കൊക്കെ അപ്പോഴും ഉണ്ടപ്പോൾ, പക്ഷേ കാണാൻ പറ്റില്ല, ചുവട് കേൾക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റണില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റണില്ല, ബുദ്ധി പ്രവർത്തിക്കണില്ല. ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിലെ തന്നെ പ്രവർത്തനങ്ങൾ എത്ര വ്യത്യാസമാണെന്ന് ആലോചിച്ചോളൂ. കണ്ണുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? എൻ്റെ മുഖത്ത് വെച്ചേക്കുന്ന സാധനമാണ് കണ്ണും മൂക്കും വായയും ചെവിയും ഒക്കെ. ഇപ്പോൾ നമ്മൾ വിചാരിക്കാം എന്നും ഈ വായ കൊണ്ടല്ലേ കഴിക്കേണ്ടത്, ഇനി പിടിലി കഴിക്കാൻ മുമ്പ് അത് കണ്ണിൽ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. വായ കൊണ്ട് കാണാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? എൻ്റെ അല്ലേ ഇതെല്ലാം? എൻ്റെ സാധനങ്ങളല്ലേ ഈ കണ്ണും മൂക്കും നാക്കൊക്കെ എൻ്റെ ശരീരം എന്നല്ലേ ഞാൻ പറയാം. എന്നാൽ പിന്നെ എനിക്കിതുകൊണ്ടൊക്കെ സാധിക്കില്ലേ? ചെവിടെ കൊണ്ടാണ് അത്ര ഇനി എല്ലാം കാണുന്നത് നമ്മൾ വിചാരിച്ചാൽ എന്താ? നമുക്കൊന്നും മാറ്റാൻ പറ്റുമോ? ഒന്നും മാറ്റാൻ പറ്റില്ല. ഓരോന്നും എത്ര അടുത്തടുത്ത വെച്ചാലും രണ്ട് കണ്ണുകളും മൂക്കും ഒക്കെ അടുത്തടുത്ത് വെച്ചെങ്കിലും എന്തെല്ലാം പ്രവർത്തനം അതിൻ്റെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ചെവിടെ കൊണ്ടല്ലാണ്ട് കേൾക്കാൻ പറ്റില്ല, കണ്ണുകൊണ്ടല്ലാണ്ട് കാണാൻ പറ്റില്ല, മൂക്കൊണ്ടല്ലാണ്ട് ശ്വസിക്കാൻ പറ്റില്ല, നാവ് കൊണ്ടല്ലാതെ കൊണ്ട് രുചി അറിയാൻ പറ്റില്ല. എന്തെല്ലാം പ്രവർത്തനം, അത്ര അത്ഭുതമല്ലേ എന്ന് ആലോചിച്ചോളൂ. അപ്പോൾ ഇതിനെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആരുണ്ടാവണം ഇതിൻ്റെ ഉള്ളിൽ? ഒരു ശിവൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമുക്കിതെല്ലാം സാധിക്കുന്നത്. അതിനെയാണ് പരം സത്യം ധീമഹി. വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കടുകട്ടിയായിരിക്കുന്ന വേദാന്താണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ. വേദവും ഉപനിഷത്തെല്ലാം കാച്ചി കുറുക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കുറേ നാൾ കേട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിനോട് നല്ല രുചി വരുമ്പോഴാണ് ആ രീതിയിലൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും രസമായിട്ട് നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സംസാരത്തിൽ കിടന്ന് ദുഃഖം അനുഭവിക്കാൻ. നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് എന്താണോ ഇഷ്ടമായിട്ടുള്ളത്, പ്രിയമായിട്ടുള്ളത്, അതൊക്കെ നമ്മളെ വിട്ടുപോകണു. അപ്രിയമായിട്ടുള്ളത് എന്തുണ്ടോ അതൊക്കെ നമ്മളെ തേടി വരണം അല്ലേ. തലമുടി നരയ്ക്കാൻ ആർക്കെങ്കിലും മോഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 വയസ്സായ ആളും തലയൊക്കെ കപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് അത്ര. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. നമുക്കൊരിക്കലും തലമുടിയും താടിയൊന്നും നരയ്ക്കാൻ ഇഷ്ടമില്ല. കന്നഡമൊക്കെ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല ഈ കുന്തം വെച്ചാൽ, അല്ലെങ്കിൽ ആരെയും കാണില്ല, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴും അല്ലേ. ഇപ്പോൾ കന്നഡ വയ്ക്കണം. നമ്മൾ പല്ല് 2 പോയി കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ചു പോകുന്നത് എന്തൊരു ടെൻഷനാണെന്ന് കണക്കില്ല. എൻ്റെ 2 പല്ല പോയത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യാൻ നമുക്ക് മോഹം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കിക്കോളൂ. ഇതിനോടൊക്കെ നമുക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടം. നമുക്ക് തലമുടി കറുത്തിരിക്കണം, കണ്ണട വയ്ക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നമുക്ക്. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ. അദ്ദേഹം 70 വയസ്സിലും കണ്ണട വയ്ക്കാണ്ട് വായിക്കും, മുഴുവൻ തെറ്റു വെച്ചാൽ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കണ്ണട വെച്ചുകൂടെ എനിക്ക്? എന്നാൽ പിന്നെ കാണാലോ എന്ന് പറഞ്ഞു. കണ്ണട വെച്ചാൽ എനിക്ക് ഭയം കൂടുതൽ തോന്നില്ല എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ മറ്റുള്ളവരിപ്പോൾ എന്താ വിചാരിക്കുക? അപ്പോൾ അത് കാരണം അദ്ദേഹം കണ്ണട വയ്ക്കാണ്ടിരുന്ന് വായിക്കും. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ ഒഴിവാക്കി, വായിക്കണം മുഴുവൻ തെറ്റായി തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രിയമായിട്ടുള്ളതൊക്കെ നമ്മളെ വിട്ടു പോകണു, അപ്രിയമായിട്ടുള്ളതൊക്കെ നമ്മളെ തേടി വരുന്നു. രോഗം വരാൻ ആരെങ്കിലും മോഹിക്കാറുണ്ടോ? ഗുരുവായൂരപ്പ എനിക്ക് കുറച്ച് രോഗം തന്നാൽ തിരക്കേടില്ല, കുറച്ച് ദുഃഖം തന്നാൽ തിരക്കേടില്ല നമ്മൾ പറയാറുണ്ടോ?
നമ്മൾ പറഞ്ഞതെല്ലാം എൻ്റെ ദുഃഖവും രോഗവും ഒക്കെ ഒഴിവാക്കി തരണേ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണം മുഴുവനും അങ്ങനെയാണ്. ഇങ്ങനെ എന്താണോ നമുക്ക് പ്രിയമായിട്ടുള്ളത് നമ്മളെ വിട്ടു പോകും. എന്നും സുഖമായിട്ട് ജീവിക്കണം, നല്ല 5 നേരവും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൊട്ടാര സദൃശമായ ഗൃഹത്തിൽ കഴിഞ്ഞ് നമ്മുടെ ബന്ധുമിത്രാദികളോടൊപ്പം എന്നും കഴിയാൻ നമ്മൾ മോഹിക്കണം. പക്ഷേ അതൊക്കെ നമ്മളെ വിട്ടുപോകണു. നമുക്ക് വേണ്ടാത്തതൊക്കെ നമ്മളെ തേടി വരണം അല്ലേ? ഇതാണ് സംസാരം എന്ന് പറഞ്ഞാൽ. ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് കരകയറണം. വന്നാലെന്താ പോയാലെന്താ, ഞാൻ എവിടെയാണ്? ഞാൻ എൻ്റെ കണ്ണൻ്റെ കൂടെയാണ്. ആ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കി തരിക. അത് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ഇപ്പോൾ നമ്മളെ നിലനിർത്തുന്നത് എന്താണോ അതാണ് ഈശ്വരൻ. സത്യമേവ പരം ബ്രഹ്മ, സത്യമേവ പരം തപ, സത്യമേവ പരോ യജ്ഞഃ, സത്യമേവ പരം ശ്രുതം, സത്യം സുപദേഷു ജാഗർത്തി, സത്യം ച പരമം പദം, സത്യേനൈവ ധൃതാ പൃഥ്വി, സത്യേ സർവം പ്രതിഷ്ഠിതം. ഭാഗവതം പറഞ്ഞു തരുന്നത്, സജ്ജനങ്ങൾ പറഞ്ഞതാണ്, സത്യേ സർവം പ്രതിഷ്ഠിതം. ഈ കാണുന്ന സർവ്വതും ആ സത്യമായിരിക്കുന്ന ഈശ്വരനെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ നിന്ന് അല്ലാതെ കണ്ട മറ്റൊന്നുമില്ല എന്നർത്ഥം. എപ്പോഴാണ് സമുദ്രത്തിൻ്റെ തീരത്തൊക്കെ പോയി കണ്ടിട്ടില്ലേ നമ്മൾ? സമുദ്രത്തിലൊക്കെ പോകുമ്പോൾ തിരമാലകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് നിലനിൽക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിൽ തന്നെയാണ്. ഇനി അത് ലയിക്കുന്നത് എവിടെയാണ്? അതും സമുദ്രത്തിൽ തന്നെയാണ്. അതേപോലെ നമ്മളൊക്കെ ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ്. ഈ തേവരിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. തേവരിൽ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇനി നമ്മളൊക്കെ തീരണത് എവിടേക്കാണ്? പോണതും തേവരുടെ അടുത്തേക്ക് തന്നെയാണ് അല്ലേ? സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരമാല കരയിൽ വന്ന് അടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അയാൾ പറയുക, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണില്ല സമുദ്രത്തിലേക്ക്, ഞാൻ ഇവിടെ നിൽക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അതിനെ തിരമാല എന്ന് വിളിക്കുമോ? അതിന് പിന്നെ നിലനിൽക്കാൻ പറ്റുമോ? അതൊരല്പം നേരം കഴിയുമ്പോൾ അത് പറ്റിപ്പോകും അല്ലേ? അതേപോലെ നമ്മളൊക്കെ എപ്പോഴാണോ ഭഗവാനിൽ നിന്ന് വേറെയാണെന്ന് തീരുമാനിക്കുന്നത്, അതിൻ്റെയാണ് നമുക്ക് കുറേ ദോഷങ്ങൾ മുഴുവനും. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ വഴിപാടുകൾക്കൊക്കെ കൂടുതൽ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നത്. കാരണം ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അത് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, ഇത് പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും, ഇങ്ങനെയുള്ള ചിന്തകളോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണോ? ഭഗവാനെ ഒരു കച്ചവടക്കാരനാക്കി മാറ്റി, ഞാൻ അത് തരാം, എനിക്കിത് തരുമോ? നാളെ ഒരു പാൽപ്പായസം കഴിച്ചേക്കാം, എനിക്ക് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വയ്ക്കാൻ മതിയായിരുന്നു, ഒരു പുഷ്പാഞ്ജലി ഞാൻ കഴിച്ചേക്കാം. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഭഗവാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണോ, വണ്ടി കാണിച്ചു തരുന്ന ആളാണോ, ജോലി ഉണ്ടാക്കി തരുന്ന ആളാണോ? ഇതൊക്കെയാണ് നമ്മുടെ ധാരണകൾ. അതുകൊണ്ട് എന്ത് ചെയ്യണു? ഞാൻ അത് തരാം, ഇത് തരാം, ഇങ്ങോട്ട് തരാം അല്ലേ? ഞാൻ ഇങ്ങോട്ട് തന്നില്ല എന്ന് വരട്ടെ, ഇനി അങ്ങോട്ട് തരികയില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ. നമ്മൾ ഈശ്വരനെ കാണുന്ന ഈ ഭാവത്തിനെയാണ് അധർമ്മം എന്ന് ഭാഗവതം പറയുക. അതൊരിക്കലും വരരുതെന്നാണ്. ഭാഗവതം ശുദ്ധമായിരിക്കുന്ന ധർമ്മത്തിനെ പറയണു. ഇവിടെ എങ്ങനെയാണെന്നറിയോ? ഒരമ്മ എങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കണോ അതേപോലെ ആയിരിക്കണം. അമ്മ കണ്ടിട്ടില്ലേ, കുട്ടി തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അമ്മ അടുക്കളപ്പണി ചെയ്യും, മുറ്റടിക്കും, എല്ലാ പണി ചെയ്യുമ്പോഴും അമ്മയുടെ മനസ്സെവിടെയാണ്? കുട്ടി എഴുന്നേറ്റിട്ടുണ്ടോ, അത് ഉറങ്ങാണോ, അതിന് വിശക്കുണ്ടോ, അത് മൂത്രമൊഴിച്ചോ അപ്പിയിട്ട്, എപ്പോഴും അമ്മയ്ക്ക് ചിന്ത മുഴുവനും അവിടെയാണ് അല്ലേ? എന്തെങ്കിലും കുഞ്ഞിൽ നിന്ന് ഇങ്ങോട്ട് മോഹിച്ചിട്ടാണോ? ഒന്നും മോഹിച്ചിട്ടല്ല. അമ്മ ഉണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി മുട്ടുകുത്തി വന്ന് കിണ്ണത്തിലെ പണ്ട് കാലത്ത്, ഇപ്പോൾ ഒരാളില്ല, കാരണം ഇപ്പം നമ്മൾ കുന്തത്തിൻ്റെ മുകളിലിരുന്നല്ലേ ആഹാരം കഴിക്കണേ. പണ്ട് നിലത്തിരുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കുട്ടി മുട്ടുകുത്തി വന്ന് നമ്മുടെ ആ കിണ്ണത്തിൽ കയറി നീക്കും, കുഞ്ഞിക്കാല് വെച്ച് ചോറ് ചവിട്ടി കഴിക്കും അല്ലേ? അപ്പിയിട്ടൊന്ന് വരും, മൂത്രം ഒഴിച്ചൊന്ന് വരും. നമുക്ക് വല്ല മടിയുണ്ടോ? അമ്മമാർ എന്താ ആർത്തിയോടുകൂടി അത് കഴിക്കാം, എൻ്റെ കുട്ടിയുടെ അല്ലേ എന്ന് പറഞ്ഞ് കഴിക്കും അല്ലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ അമ്മമാർക്ക് അതിനൊന്നും പറ്റാണ്ടേ. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ തല്ലാറുണ്ടോ? ഒന്നും ചെയ്യില്ല. അതിനോടല്ലേ ഒന്നും കുട്ടിയിൽ നിന്ന് മോഹിച്ചിട്ടല്ല. ആ അമ്മ എത്രമാത്രം ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുകയാണ് അല്ലേ? അമ്മയുടെ ലോകമേ കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ ലോകം അമ്മയാണ്. ഇതേപോലെയാണ് നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം? അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളതുപോലെ നമ്മുടെ മനസ്സെത്തിക്കാറാവണം. ആ ഒരു സ്നേഹത്തിനെയാണ് ഭാഗവതം പറയുക. എപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മോഹം വരണോ, കണ്ണനെ സ്വന്തമായിട്ട് കണ്ണൻ്റെ അല്ലേ ഞാൻ എന്നൊരു ഭാവം വരണം. ആ ഒരു ഭാവം വന്നാൽ ഹൃദി അവരുദ്ധതേക്ഷണാൽ ആ നിമിഷം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതാണ്. ഇപ്പോൾ ഈശ്വരാനുഗ്രഹം കിട്ടാൻ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മ കുഞ്ഞിനോടുള്ള പോലെ ഒരു സ്നേഹം നമുക്ക് കൊടുക്കാറാവണം. നമുക്കൊക്കെയുള്ള സ്നേഹം കച്ചവട രീതിയാണ്, അതൊന്ന് മാറിക്കിട്ടണം എന്ന് ഭാഗവതം പറയുകയാണ്. ഇനി
ആ ഭാഗവതത്തിനെ വേദവ്യാസൻ എഴുതി വച്ചെങ്കിലും ആ ഭാഗവതം വേണ്ട മാതിരി വേദവ്യാസനല്ല രുചിച്ച് നോക്കിയത്, അത് പുത്രനായിരിക്കുന്ന ശ്രീശ്വബ്രഹ്മർഷിയാണ്. ശ്രീശ്വബ്രഹ്മർഷി ഭാഗവതത്തിലേക്ക് നോക്കിയപ്പോൾ ഗർഹാപീഠം നടവരവപു കർണയോ കർണികാരം വിഭ്രദ്വാസ കനക കപിശം വൈജയന്തി വിഷമാലാം രന്ധ്രാൻ വേണോ അധരസുതയാ പൂരയൻ ഗോപവൃന്ദയ്യ വൃന്ദാരണ്യം സ്വപതരമണം ഭാവിശൽ ഗീതകീർത്തി തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോട കുഴലുമഥ പിടിച്ചൂതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുഖി വടുവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. അതാണ് ഭാഗവതത്തിൻ്റെ സ്വരൂപം. അങ്ങനെ കാല് പണിച്ച് നിന്ന് ഓടക്കോഴിൽ വിളിച്ച് നിൽക്കുന്ന വിളിത്തിനുപിടിയൊക്കെ ചാർത്തിയതായിരുന്നു കൃഷ്ണനെ. വേദവ്യാസം ഭാഗവതം രചിച്ചു വെച്ചിട്ട് പോയി. ശ്രീശ്വബ്രഹ്മർഷി വെറുതെ എല്ലാ ശാസ്ത്രവും പഠിച്ച ആളാണ് ശ്രീശ്വബ്രഹ്മർഷി. അങ്ങനെയുള്ള അദ്ദേഹം ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ ഓരോ ശ്ലോകത്തിലും വേണുഗാനം മുഴക്കി നിൽക്കുന്ന ഈ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു എന്നാണ്. അത് കണ്ടോടുകൂടി അദ്ദേഹം തീരുമാനിച്ചു, ഇനി എന്തിനാ മറ്റൊരു ശാസ്ത്രം, എല്ലാത്തിനെയും അദ്ദേഹം മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഭാഗവതം മാത്രം മതി എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനി ഭാഗവതം കൊണ്ടാണ് ഈ ലോകത്തിന് മുഴുവനും ശാന്തി ഉണ്ടാവുക, മറ്റൊരു ഗ്രന്ഥം കൊണ്ടും അത് നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീശ്വബ്രഹ്മർഷി പിന്നെ ലോകം മുഴുവനും ഭാഗവതം പാടി നടക്കാൻ തുടങ്ങി. ആ ഭാഗവതത്തിനെയാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. അല്പനേരം നിർത്തിയിട്ട് നമുക്ക് അതൊക്കെ അനുസ്മരിക്കാൻ പറ്റുന്നതുപോലെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ശ്രീശുകാവതാരം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിദുര മൈത്രേയ സംവാദ രൂപത്തിലാണ് വരാഹാവതാരം. വൈകുന്നേരം 5:30 വരാഹാവതാരമാവും. അതിനൊറ്റയപ്പാണ് പ്രധാന നിവേദ്യം. വേണ്ടവരൊക്കെ അത് സമർപ്പിക്കുക. അതുപോലെ നീതിക്കാനുള്ളതൊക്കെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നതുപോലെ തന്നെ. അതുപോലെ നഖബകളൊക്കെ എടുത്തു വയ്ക്കുക. നഖബകളൊക്കെ നിറയ്ക്കേണ്ടവർക്ക് അതെല്ലാം ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ